ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ അംഗങ്ങളാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്താണ്? അമുസ്ലിങ്ങളെ അംഗങ്ങളാക്കി വഖഫ് പുനഃസംഘടിപ്പിക്കുമെന്ന സത്യവാങ്മൂലം കേന്ദ്രത്തിന് കീഴടങ്ങുന്ന സമീപനമാണോ? സർക്കാർ ബി.ജെ.പി. നേതാവിനൊപ്പം ഒളിച്ചുകളിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ലീഗിന്റേത് വഞ്ചനാപരമായ സമീപനമാണെന്ന് ബോർഡ് ചെയർമാൻ കെ.എസ്. ഹംസയും പറയുന്നു. കേന്ദ്ര നിയമത്തിന്റെ മറവിൽ ഇതര സമുദായങ്ങൾക്ക് കൂടി മുസ്ലിം ആരാധനാലയ നടത്തിപ്പിൽ ഇടപെടാമെന്ന അവസ്ഥ പുതിയ യു.ഡി.എഫ്. സർക്കാർ നടപ്പാക്കുകയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. നിലവിൽ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രം നടപ്പാക്കിയ ഭേദഗതി നടപ്പാക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ആദ്യ സംസ്ഥാനമാകുമോ കേരളം? ഹൈക്കോടതിക്ക് മുന്നിൽ വന്ന 4 ഹർജികളിൽ മറുപടി നൽകുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്ന മുസ്ലിം ലീഗിന്റെ വാദം നിലനിൽക്കുമോ? വഖഫിൽ വഴിതെറ്റിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു മീരാൻ, സിപിഎമ്മിൽ നിന്നും അഡ്വക്കേറ്റ് അരുൺകുമാർ, ബി.ജെ.പിയിൽ നിന്നും ഷോൺ ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകനായി എം ഷിനാസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം, നിയമവിദഗ്ധൻ എന്നിവരാണ്. ആദ്യം ഞാൻ ഷിബു മീരാനിലേക്കാണ്. ഷിബു മീരാൻ, ഇപ്പോൾ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപന നിലപാടിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് ഈ യു.ഡി.എഫ്. സർക്കാർ എടുത്തിട്ടുണ്ടോ? സ്മൃതി, ഇപ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിലവിൽ പുതുക്കിയ വഖഫ് നിയമപ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് അവർ ചുമതലപ്പെടുത്തിയ വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡിൻ്റെ ഒരു സാങ്കേതിക ചോദ്യം ചെയ്യുന്ന 4ഓളം പെറ്റീഷനുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ വന്നിട്ടുണ്ട്. അത് പരിഗണിച്ച സന്ദർഭത്തിൽ ഇപ്പോൾ ഈ വാർത്തകൾ വരുന്നത് എന്തോ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി വന്നു, ഞങ്ങളങ്ങ് ഉൾപ്പെടുത്തിയേക്കാം എന്ന് ഗവൺമെൻറ് പോയി പറഞ്ഞു എന്ന നിലക്കാണ്. അങ്ങനെയല്ല, ഇതിൻ്റെ നിയമപരമായ പശ്ചാത്തലം മറ്റൊന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഇപ്പോൾ ഈ പുതിയ വഖഫ് നിയമത്തെ എഗ്രി ചെയ്തുകൊണ്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വഖഫ് ബോർഡിൽ അതിൻ്റെ മറ്റു പല വ്യവസ്ഥകളും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആകെ അംഗങ്ങളുടെ എണ്ണം 11 നിലവിൽ തന്നെ ഇവർ 9 പേരെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഔക്കാഫിൻ്റെ ഒരു സെൻസസ് നടന്നിട്ട് വേണമെങ്കിൽ അതിനകത്തൊരു സുന്നി പ്രാതിനിധ്യം വരണം, ഒരു ഷിയ പ്രാതിനിധ്യം വരണം, ഒരു ബോറ പ്രാതിനിധ്യം വരണം. അപ്പം 4-5 അംഗങ്ങൾ ഇനിയും കോപ്റ്റ് ചെയ്യപ്പെടണം. പക്ഷെ ഓൾറെഡി നമുക്ക് 9 ഉണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അത് പുതിയ നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ള അധികാരപ്രകാരം നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ്. നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം അനുസരിച്ച് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നത് എന്ന് വെച്ചാൽ പുതിയ വഖഫ് നിയമം, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പുതിയ വഖഫ് നിയമം, അത് നൽകുന്ന അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഈ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഇവർ സ്വീകരിച്ചൊരു തന്ത്രം എന്താണ്? ഇവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതി മാത്രം മാറ്റിവെച്ചു. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഇതിനകത്ത് ഒരംഗം മുത്തവല്ലി ആയിരിക്കണമെന്നുണ്ട്. അദ്ദേഹം വഖഫ് ബോർഡ് അംഗമാകുമ്പോൾ മുത്തവല്ലികളുടെ പ്രാതിനിധ്യമായി വരുന്നു. ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ ആ സമയത്ത് അദ്ദേഹം മുത്തവല്ലിയല്ല, സബ്സിക്വൻ്റ് ആയിട്ട് ഇപ്പോൾ മുത്തവല്ലി ആയി എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് നിയമപ്രകാരം ഭേദഗതി പ്രകാരം തങ്ങൾക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ചൊരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇടത് സർക്കാർ കാണിച്ചിട്ടുള്ള ഈ പുതിയ നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചോദിച്ചോട്ടെ, കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തിൽ ലീഗിന്റെ നിലപാട് വ്യത്യസ്തമായിരുന്നല്ലോ. ലീഗ് കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിയമം ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് അതിൽ അന്തിമ തീരുമാനമാകാതെ നിൽക്കുന്ന ഒരു പ്രത്യേക ഘട്ടമല്ലേ? ഇതിനിടയിൽ സുപ്രീം കോടതി ഒരു ഇന്ററിം ഓർഡർ വന്നിരുന്നു. അവിടെയാണ് ഇതിനകത്തെല്ലാം ഒരു കെണിയൊരുക്കി വെക്കുന്നതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാനും ആലോചിക്കാനും നേരെ ഇതിന് ലീഗിനെ നേരെ കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് ഇത് ചർച്ച ചെയ്യുന്ന പലരും പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറഞ്ഞു വെച്ചത്, ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള ഈ വഖഫ് ബോർഡ് അത് പുതുക്കി അമെൻഡ് ചെയ്യപ്പെട്ട വഖഫ് നിയമപ്രകാരം സംസ്ഥാന സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അത് കൃത്യമായി മനസ്സിലാക്കി പോകണം. ആ നിലയ്ക്കുള്ളതിൽ ഒന്ന് മാത്രമാണ് ഇവർ മാറ്റി വെച്ചിട്ടുള്ളത്, ബാക്കി ഒട്ടുമിക്കതും നടപ്പാക്കുകയാണ്. സംസ്ഥാനത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമം, ആ നിയമം ഇത് ഈ വകുപ്പുകളൊന്നും സ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ ഹൈക്കോടതിക്ക് മുൻപാകെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തെ മുൻനിർത്തി നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോർഡിനെ കുറിച്ച് ചോദ്യം വരുമ്പോൾ ഞങ്ങൾ ഇതിനെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് വിവേഷം വേണമെന്ന് പറയാൻ കഴിയില്ല. സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്ത ഈ വ്യവസ്ഥകൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ ഈ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്
അമെന്റ്മെന്റ് പ്രകാരം സംസ്ഥാന സർക്കാരിന് ലഭിച്ച അധികാരങ്ങൾ വഴിയാകുമ്പോൾ ഇതിനകത്ത് ഇന്ന സെക്ഷനുകൾ ഞങ്ങൾ നടപ്പാക്കാം, ഇന്നത് ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു ഗവൺമെന്റിനെ കേരള ഹൈക്കോടതിയിൽ പറയാൻ കഴിയില്ല. അത് ഇടതിൻ്റെതായാലും UDF-ന്റേതായാലും പറയാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കെ ഇത് ലീഗിന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കൃത്യമാണ്. ഇത് സുപ്രീം കോടതിയിൽ ഈ വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ ഒന്ന് ഞങ്ങളുടേതാണ്. നിങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗമാണ്, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തവരാണ് നിങ്ങൾ. സ്വാഭാവികമായും നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടുമല്ലോ. നിങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നാക്കം പോയോ എന്ന ചോദ്യം അത് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല സ്മൃതി. ഈ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയത് ആരാണ്? ഈ പുതിയ വഖഫ് നിയമപ്രകാരം ഭേദഗതി ചെയ്ത വഖഫ് നിയമപ്രകാരമുള്ള പ്രൊവിഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനകത്ത് ആ വഖഫ് ബോർഡിലെ നിയമങ്ങൾ പലതും ഇവർ ലംഘിക്കുന്നു, ചില കാര്യങ്ങൾ പിന്നൊരിക്കലേക്ക് വെക്കുന്നു, സൗകര്യപ്രദമായ കാര്യങ്ങൾ ഇവർ നടപ്പാക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുൻപാകെ ഇത് വരുമ്പോൾ ഈ കേരളത്തിലെ UDF ഗവൺമെന്റിനെന്നല്ല, ഇന്ത്യയിലെ ഒരു ഗവൺമെന്റിലും ഇപ്പൊ നിലവിലുള്ള പാസ്സാക്കപ്പെട്ട നിയമത്തിന്റെ ചില വ്യവസ്ഥകൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊരു ഹൈക്കോടതിക്ക് മുൻപാകെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറഞ്ഞ ഈ നോൺ മുസ്ലിം മെമ്പേഴ്സിന്റെ ഇൻക്ലൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ പറയാ ഈ ഒരു കോടതിയിൽ പോയിട്ട് പിന്നെന്താണ് ഞങ്ങളിത് ഭാഗികമായി അംഗീകരിക്കാം, ഭാഗികമായി അംഗീകരിക്കില്ല എന്നൊരു നിലപാട് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്, ഏതെങ്കിലും ഒരു പിന്നെ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിന് മുൻപാകെ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? അല്ലല്ലോ. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഈ പിന്നെ ഭേദഗതി പ്രകാരം സിദ്ധിച്ച അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രൊവിഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോ കേരളത്തിൽ നിലനിൽക്കുന്ന വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത്. അത് ഭാഗികമായി അംഗീകരിക്കും, ഭാഗികമായി അംഗീകരിക്കില്ല എന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് BJP സർക്കാരുമായി ഒത്തുകളിച്ചിരിക്കുന്നു, കോടതിയിലടക്കം ലീഗ് എന്നുള്ളതാണ്, ലീഗിനെതിരെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഇതിന്റെ ചട്ടങ്ങൾ, ഈ വഖഫുമായി ബന്ധപ്പെട്ട് വന്ന ഭേദഗതികൾ എത്രത്തോളം ഈ ഇടത് സർക്കാരിന്റെ കാലത്ത് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിൽ നടപ്പാക്കിയിട്ടുണ്ടെന്നൊരു ചോദ്യമുണ്ടല്ലോ. സെക്ഷൻ 14(1)ൽ 4 പ്രൊവൈസുകളുണ്ട്. അതിൽ 2 നോൺ മുസ്ലിങ്ങൾ വേണം, ആകെ 11 അംഗങ്ങൾ വേണം. ഒന്നിൽ അടുത്ത പ്രൊവൈസിൽ ഒരാൾ ഷിയ ആകണം, ഒരാൾ ബാക്ക്വേർഡ് മുസ്ലിം ആകണമെന്ന് പറയുന്നു, ഒരാൾ ബോറയാകണം, ഒരാൾ ആഗാ ഖാനി ആകണം എന്ന് പറയുന്നു. ഇത് ബോറയും ആഗാ ഖാനിയും ഒക്കെ ഷിയയിൽ പെടുന്നതാണെന്ന് സമ്മതിക്കാം. പക്ഷേ 6 കാറ്റഗറിയും ഉൾപ്പെടുത്താതെ 11-ൽ 9 പേരെ അപ്പോയിന്റ് ചെയ്യുകയാണ് ഇടത് സർക്കാരിൻ്റെ കാലത്തെ വഖഫ് ബോർഡിൽ ചെയ്തിട്ടുള്ളത്. ഇനി ആകെ 2 പേരെ വയ്ക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യം. ഈ 6 പേർക്ക് ക്ലെയിമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രധാനമായും വെല്ലുവിളിക്കപ്പെടുന്ന വിഷയങ്ങളാണിത്. അപ്പോൾ ഈ നമുക്ക് താല്പര്യമുണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതികൾ ഭാഗികമായി നടപ്പാക്കി എന്ന രൂപത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനാവുക? അഡ്വക്കേറ്റ് അരുൺകുമാർ. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട്. ഞങ്ങൾ ഈ നിയമത്തിലെ വകുപ്പുകളെ എതിർക്കുന്നു, ഈ നിയമ അമെൻമെന്റിലെ ഇന്ന കാര്യങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു, അതനുസരിച്ച് നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ നടത്തി. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ വന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങളടക്കം കൊടുത്ത കേസ് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. കേരള ഗവൺമെന്റും അതിൽ ഇംപ്ലീഡ് ചെയ്ത് കയറി ഈ വഖഫ് അമെൻമെന്റ് നിയമത്തെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ സുപ്രീം കോടതി SLP അഡ്മിറ്റ് ചെയ്തു. അതിൽ ഇടക്കാല ഉത്തരവുണ്ട്. 5 വർഷം മുസ്ലിമായിട്ട് ജീവിച്ചു എന്ന് തെളിയിച്ച ആൾക്ക് മാത്രമേ വഖഫ് ചെയ്യാവൂ എന്നതടക്കമുള്ള കണ്ടീഷനെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. നിയമ ഭേദഗതികളെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽ ഹിയറിംഗിന് വച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ ഒരു കൃത്യമായിട്ടൊരു കൗണ്ടർ ഫയൽ ചെയ്യുന്നു. ആ കൗണ്ടറിൽ നിങ്ങൾ പറയുകയാണ്, taking note of all the above act infirmities, government is prepared to reconstitute the board strictly in compliance with the mandate of section 14 of the Unified Waqf Act 1995. അതായത് ആ വഖഫ് അമെൻമെന്റ് ആക്ടിലെ എല്ലാ ഭേദഗതികളും വച്ചുകൊണ്ട് സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്ന SLPയിലെ എല്ലാ വാദങ്ങൾക്കും എതിരായി ഇവിടെ ഈ അഫിഡവിറ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ കൗണ്ടർ കൊടുക്കുകയാണ്. നിങ്ങൾക്കൊരു വാചകം അതിൽ കൂട്ടിച്ചേർക്കാമായിരുന്നല്ലോ. സബ്ജക്ട് ടു ദി ഔട്ട്കം ഓഫ് ദി മാറ്റർ പെൻഡിംഗ് ബിഫോർ ദി സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ വിധിക്ക് വിധേയമായി ഞങ്ങൾ ഈ സെക്ഷൻ 14 കംപ്ലൈ ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. AGക്ക് അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. വിത്തൗട്ട് പ്രിജുഡീസ് ദ സ്റ്റാൻഡ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്
ഇൻ സച്ച് ആൻഡ് സച്ച് കേസ് പെൻഡിംഗ് ബിഫോർ ദി സുപ്രീം കോർട്ട് എന്നൊരു വാചകം ഇത്തരം കേസുകളിൽ എല്ലാം കൂട്ടിച്ചേർക്കാറുണ്ടല്ലോ. മുഗൾ കോടതിയിൽ ഈ ആക്ട് ചലഞ്ച് ചെയ്ത് ഒരു കേസ് നിലനിൽക്കുമ്പോൾ ആ കേസിന്റെ വിധിക്ക് വിധേയമായി ഞങ്ങൾ ഇവിടെ നടപ്പാക്കിക്കൊള്ളാം, ആ കേസിന്റെ വിധിക്ക് അല്ലെങ്കിൽ ആ വിധിക്ക് എതിരായ രീതിയിൽ ആകരുത് എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ട് എന്നൊരു വാചകം കൂട്ടിച്ചേർക്കാമല്ലോ. അതായത് സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്ത് ഇൻട്രീം ഓർഡർ തന്ന് ഡീറ്റെയിൽ ഹിയറിംഗിന് പോസ്റ്റ് ചെയ്ത കേസ്. ശരി, അഡ്വക്കേറ്റ് സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നോൺ മുസ്ലിങ്ങളെ കൂടുതലായി കൊണ്ടുവരണം എന്നുള്ളത് തന്നെയായിരുന്നല്ലോ ഉദ്ദേശം. ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ തർക്കമില്ല. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയല്ലേ അങ്ങോട്ട് പറഞ്ഞത് 2 അംഗങ്ങൾ മതി, നോൺ മുസ്ലിങ്ങളായി 2 അംഗങ്ങൾ മാത്രമായി അത് പരിമിതപ്പെടുത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ കോടതിക്ക് അതിൽ ഇതിനകം തന്നെ ഒരു നിലപാടുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. ഇതിൽ 4 പേർ അങ്ങ് ആദ്യം നമ്മൾ കോട്ട് ചെയ്ത സെക്ഷൻ 14 1C, ആ സിയിൽ പെടുന്ന 4 പേർ വരുന്നത് ഒഴിച്ച് ബാക്കി എല്ലാവരും നോൺ മുസ്ലിം ആയിട്ട് വരാൻ കഴിയും. അതായത് 11-ൽ 7 പേർ നോൺ മുസ്ലിം ആയിട്ട് വരുന്ന തരത്തിൽ പോലും ഈ വഖഫ് നിയമ ഭേദഗതി പ്രകാരം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിലെ കേസിൽ ഇംപ്ലീഡ് ചെയ്തിരിക്കുന്നതിൽ കൃത്യമായി ഈ ആക്ട് അമെന്റ്മെന്റ് നിലനിൽക്കുന്നില്ല എന്ന വാദം അവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്റെ വാദം, സുപ്രീം കോടതി ഇത് ഫയലിൽ സ്വീകരിക്കാതെ തള്ളുവല്ലല്ലോ ചെയ്തേ, ഈ വാദങ്ങളെല്ലാം കേൾക്കാം എന്ന് ഫയലിൽ കൃത്യമായി അഡ്മിറ്റ് ചെയ്തു, ഇടക്കാല ഉത്തരവ് കൊടുത്തു, ബാക്കി പോസ്റ്റഡ് ഫോർ ഡീറ്റെയിൽ ഹിയറിംഗ്. അതിൽ പ്രധാനപ്പെട്ട കക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് കേരളത്തിലെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ഇതുപോലൊരു കേസ് ഹൈക്കോടതിയിൽ വരുമ്പോ ഞങ്ങൾ ഈ നിയമം പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പാലിക്കുക. പക്ഷേ സുപ്രീം കോടതിയിൽ ഞങ്ങളടക്കം ഫയൽ ചെയ്തിരിക്കുന്ന, സംസ്ഥാന ഗവൺമെന്റ് അടക്കം ഫയൽ ചെയ്തിരിക്കുന്ന കേസിന്റെ വിധിക്ക് വിധേയമായി അവിടെ എടുത്തിരിക്കുന്ന അവർമെന്റ്സിന് വിരുദ്ധമാകാത്ത തരത്തിൽ ഞങ്ങൾ പാലിക്കാം എന്നല്ല പറഞ്ഞത്, സ്ട്രിക്റ്റ് കംപ്ലൈന്റൻസ് എന്നാ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒറ്റ കാര്യം ഉണ്ട്, ഈ കൗണ്ടറിൽ അഡ്വക്കേറ്റ് ജനറൽ അവസാനം എന്താ പറഞ്ഞത്? In the above circumstances, the writ petition is devoid of any merit and hence the same is liable to be dismissed. ഈ writ petition തള്ളിക്കളയണം, ഇതിലൊരു മെറിറ്റ് ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ റിട്ട് പെറ്റീഷനിലെ വാദങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ആ റിട്ട് പെറ്റീഷണർക്ക് ഒപ്പമാണ്. ആരാ റിട്ട് പെറ്റീഷണർ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, എന്റെ സുഹൃത്ത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ആ സുഹൃത്തിന്റെ വാദങ്ങൾക്ക് ഒപ്പമാണ് ഞാൻ എന്ന് AG പറയുന്നു. അതായത് ഗവൺമെന്റിന്റേതായി കോടതിയിൽ ഫയൽ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഇത് മെറിറ്റില്ലാത്ത കേസാണ്, ഡിസ്മിസ് ചെയ്യണമെന്ന് പറയുന്നു. അവസാനം പറയുന്നു ഞാൻ ഇവരോടൊപ്പമാണ്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. BJPയുമായി കോൺഗ്രസും ലീഗും സന്ധി ചേർന്ന് ഈ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ്. അവിടെയാണ് ബോർഡിന്റെ ചെയർമാനെ നോട്ടീസ് അയക്കാതെ, അംഗങ്ങളെ കേൾക്കാതെ ബോർഡ്. ശരി അരുൺ, ഈ ഷോണിന്റെ ഹർജിയിൽ ബോർഡിന്റെ അഭിഭാഷകൻ പറഞ്ഞത്, പറഞ്ഞോളൂ. ബോർഡിന്റെ ചെയർമാനെ കേട്ടിട്ടില്ല, മെമ്പേഴ്സിനെ കേട്ടിട്ടില്ല. ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ പറഞ്ഞത് എനിക്ക് ഡീറ്റെയിൽ കൗണ്ടർ ഫയൽ ചെയ്യണം, എന്റെ കൗണ്ടർ കൂടി പരിഗണിച്ചിട്ട് വേണം ഈ കേസിൽ ഇടക്കാല ഉത്തരവ് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അതുപോലും കേൾക്കാതെ ഏകപക്ഷീയമായിട്ട് വിധി പറഞ്ഞിരിക്കുന്നു. ഒറ്റ വാക്കോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതേ ആക്ടിലെ സെക്ഷൻ 22 ഏതെങ്കിലും ഒരംഗത്തിന്റെ ഫില്ലിംഗ് അല്ലെങ്കിൽ അംഗത്തിന്റെ നോമിനേഷൻ നടന്നില്ല എന്ന് വെച്ച് ബോർഡ് എടുത്ത തീരുമാനങ്ങൾ ഒന്നും അസാധാകുന്നില്ല. സെക്ഷൻ 22 കൃത്യമായി പറയുന്നു. അപ്പോ ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രകാരം ബോർഡിന്റെ തന്നെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തികമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പാടില്ല, നയപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും തെറ്റാണ്. ഇതേ സമാനമായ കേസിൽ തമിഴ്നാട് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിരുന്നു, മദ്രാസ്. ആ കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെയും സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. സമാന കേസുകളിൽ സുപ്രീം കോടതി അടക്കം എടുത്ത മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരായിട്ടുള്ള കേസിലെ എടുത്ത തീരുമാനത്തിനും വിരുദ്ധമായിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രവർത്തിച്ചിരിക്കുന്നത്. അത് ക്ലിയർലി ഇല്ലീഗലാണ്, ആർബിട്രറി ആണ്. തമിഴ്നാട് ബോർഡ് ഫ്രീസ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ ഷോണിലേക്ക് പോകുന്നു. ഷോൺ, ഇപ്പോൾ വഖഫിൽ 4 ഹർജികളായിരുന്നു ഫയൽ ചെയ്തത്. അതിൽ ഷോണിന്റെ ഹർജിയിലാണ് കോടതി ഇടപെടൽ ഉണ്ടായതെന്ന് കരുതാൻ പറ്റുമോ? ഷോൺ ആകെ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ നോൺ മുസ്ലിങ്ങളെ 2 നോൺ മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വാദം മാത്രമാണല്ലോ ഷോൺ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിലപ്പുറമുള്ള വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബാക്കി ഹർജികളുമുണ്ട്. അല്ല, 4 ഹർജികളും വ്യത്യസ്തമായ ആവശ്യങ്ങൾ അതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ നിയമവിരുദ്ധമായ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു 4 ഹർജികളും. അതിൽ ഞാൻ പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം, വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ സെക്ഷൻ 14 അനുസരിച്ചുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഫെബ്രുവരി 4-ാം തീയതി അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോർഡ് എന്നുള്ളതാണ്. 2, ഈ കാലഘട്ടത്തിലാണ് മുനമ്പം ഉൾപ്പെടെയുള്ള ഭൂമി ഉമീദ് പോർട്ടലിൽ
രജിസ്റ്റർ ചെയ്യാനെടുത്ത വഖഫ് ബോർഡിൻ്റെ തീരുമാനം. അത് മുൻപെന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അനധികൃതമായി വഖഫ് അമെൻമെൻറ്റ് ബില്ലിൽ പറയാത്ത സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു ബോർഡ് എടുത്ത തീരുമാനങ്ങൾ അസാധുവാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്. അതിൽ കൃത്യമായ കോടതി നിരീക്ഷണം നടത്തിയിട്ടുമുണ്ട്. ഷോൺ, അതിൽ ആകെ ഊന്നിയത് നോൺ മുസ്ലിം പ്രാതിനിധ്യത്തിൽ തന്നെ ആയിരുന്നില്ലേ? അത് മറ്റു മതങ്ങളിൽ ഇടപെടുന്നതിന് തുല്യമല്ലേ ഷോൺ? അല്ല, ഷോൺ ജോർജ് മറ്റു മതങ്ങളുടെ വിഷയത്തിലല്ല ഇടപെടുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഷോൺ ജോർജ് മഹൽ കമ്മിറ്റിയുടെ കാര്യത്തിലല്ല ഇടപെട്ടത്. അത് പലരും ഇപ്പോൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മുസ്ലിം പ്രതികളെ അനുവദിക്കുമോ? പാസ്റ്റർ കൗൺസിലിൽ നിങ്ങൾ സീറോ ക്രൈയുടെ പാസ്റ്റർ മുസ്ലിം പ്രതികളെ അനുവദിക്കുമോ? ഈ ചോദ്യവും വഖഫ് ബോർഡുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഇതര സമുദായങ്ങൾ, ഇപ്പോൾ വഖഫ് ബോർഡുമായി കേസ് നടക്കുന്നതിൽ 40% കേസ് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ ഏകപക്ഷീയമായ തീരുമാനമെടുത്തുകൊണ്ട് വഖഫ് ബോർഡ് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ നോൺ മുസ്ലിമായ 2 പ്രതികൾ വേണമെന്ന് പറയുന്നത്. അല്ലാതെ മഹൽ കമ്മിറ്റിയിൽ പള്ളിയുടെ കാര്യം നോക്കുന്ന, പള്ളിയുടെ മാത്രം സ്വത്ത് നോക്കുന്ന മഹൽ കമ്മിറ്റിയിലല്ല നോൺ മുസ്ലിമായ 2 പേരെ വേണമെന്ന് ഈ അമെൻമെൻറ്റിൽ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരെല്ലാം പോയിട്ട് സുപ്രീം കോടതി ആ വിഷയം സ്റ്റേ ചെയ്യാതിരുന്നത്? കാരണം സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യമുണ്ട് ഇത്തരം വിഷയങ്ങളിൽ വഖഫ് ബോർഡിൻ്റെ കെട്ടഴിഞ്ഞ പോക്കിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യത്തിന്. അതിന് അങ്ങനെ ഒരു അധികാരം കൊടുത്തത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റാണ്. സെക്ഷൻ 40 ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട സെക്ഷൻ 40, ആ സെക്ഷൻ 40 പ്രകാരം എന്തായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്? ഒരു വസ്തു വഖഫ് ബോർഡിൻ്റെ ആണെന്ന് തോന്നാൻ വഖഫ് ബോർഡിന് കാരണമുണ്ടായാൽ അത് വിത്തൗട്ട് ഹിയറിംഗ് അതിന് പേരിക്കൂട്ടിയെടുക്കാൻ അധികാരമാണ് വഖഫ് ബോർഡിന് കൊടുത്തിരുന്നത്. വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കൾ, അന്യാധീനപ്പെട്ടു പോയ കോടാനുകോടികളുടെ സ്വത്തുക്കൾ, ക്രമക്കേടുകൾ, ഇതിനെയെല്ലാം റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാണ് വഖഫ് അമെൻമെൻറ്റ് ബില്ല്. അതിനകത്ത് ഒറ്റ കാര്യം മാത്രം പറയാം. സച്ചാർ കമ്മിറ്റി BJPയോ നരേന്ദ്രമോദിജിയോ കൊണ്ടുവന്ന കമ്മിറ്റിയല്ല, കോൺഗ്രസ് ഗവൺമെൻറ് UPA ഗവൺമെൻറ് കൊണ്ടുവന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ സച്ചാർ കമ്മീഷൻ പറയുന്നു 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട് വഖഫ് ബോർഡിന്. ആ 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള വഖഫ് ബോർഡിന് 12,000 കോടി രൂപയുടെ ആനുവൽ ഇൻകം വരണം. 2023 ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി കിരൺ റിജിജു ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആ ബില്ലിനോടൊപ്പം വഖഫ് ബോർഡിൻ്റെ അസറ്റ് അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ആനുവൽ വരുമാനത്തെക്കുറിച്ച് സൂചിപ്പിച്ച് വെറും 93 കോടി രൂപയാണ്. ബാക്കി പൈസ ആര് കൊണ്ടുപോയി? ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായ ഇസ്ലാം സഹോദരങ്ങൾ വഖഫ് ചെയ്ത് കൊടുത്ത സ്വത്ത് അനധികൃതമായി ചെലവഴിക്കുന്നു എന്ന് മാത്രമല്ല, അത് തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് മാത്രമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്നു എന്ന സാഹചര്യം വന്നപ്പോൾ ഈ അമെൻമെന്റിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോയി. ശരി, ശ്രീ എം ഷിനാസ്, ഇതാണ് ഇപ്പോൾ വഖഫ് ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് വഖഫാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്? ഞാൻ ഇത് വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി അങ്ങ് എടുത്തുകൊണ്ടുപോവുകയാണ് വഖഫ് ബോർഡ്. ഇതാണ് കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നരേറ്റീവ്. നമ്മൾ അപ്പുറത്ത് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ കൊള്ളയുടെ വാർത്തകൾ വായിക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു നിയമം കേന്ദ്രം കൊണ്ടുവന്നതും അതിൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളും ചർച്ച ചെയ്യുന്നത്. ശ്രീ എം ഷിനാസ്, ഇപ്പോൾ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര നിയമത്തിനനുസൃതമായി നീങ്ങാൻ പോകുമ്പോൾ അതിനെ മറികടന്ന ഒരു നടപടി സാധ്യമാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വഖഫിനെ പറ്റി നേരത്തെ ശ്രീ ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം സത്യമാണ്. വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഇൻഎഫിഷ്യൻസി, മിസ്മാനേജ്മെൻറ്റ്, കറപ്ഷൻ ആദ്യമായി അസന്നിഗ്ധമായി ചൂണ്ടിക്കാട്ടുന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ് 2006. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ അസന്നിഗ്ധമായി പറയുന്നത് ഡൽഹിയിൽ മാത്രം അക്കാലത്തെ വിപണി മൂല്യമുള്ള 6,000 കോടിയുടെ വഖഫ് സ്വത്തുക്കളുണ്ട്. പക്ഷേ വരുമാനമായി ലഭിക്കുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ വരുമാനമായി ലഭിക്കുന്നത് വെറും 163 കോടി മാത്രമാണ്. മറ്റൊരു കാര്യം, ഒരു ചെറിയ ഉദാഹരണം. അപ്പോൾ ബാംഗ്ലൂരിലെ ITC വിൻസോർ മാനോ, അതുപോലെ കൊൽക്കത്തയിലെ ഇന്ത്യയിലെ ഏറ്റവും പഴയ ഗോൾഫ് ക്ലബ് ടോളിഗഞ്ച് ക്ലബ്,
ഇതൊക്കെ നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. നാമമാത്രമായ വാടക മാത്രമാണ് വഖഫ് ബോർഡിന് ലഭിക്കുന്നത്. അപ്പോൾ ഈ അണ്ടർ യൂട്ടിലൈസേഷൻ്റെ ഉദാഹരണം പറഞ്ഞു തന്നു. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഈ വഖഫ് ബോർഡിൽ വനിതകളെ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ സച്ചാർ കമ്മിറ്റിയിൽ ഒരു വനിത പോലും ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു വിരോധാഭാസമാണ്. മറ്റൊരു കാര്യം, BJP ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നാരറ്റീവ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ത്രെഡ് പിടിച്ചുകൊണ്ട്, അതായത് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂസ്വത്തുള്ളത് വഖഫ് ബോർഡുകൾക്കാണ് എന്നതാണ്. അത് വാസ്തവ വിരുദ്ധമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 8.25 ലക്ഷത്തോളം വഖഫ് സ്വത്തുക്കളുണ്ട്. അതിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് 4.9 ലക്ഷം രജിസ്റ്റേർഡ് ആണ്. ബാക്കി വഖഫ് ബൈ യൂസർ എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ ഒരു ഏറ്റവും അധികം ഇന്ത്യൻ റെയിൽവേയും ആർമിയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂസ്വത്തുക്കളുണ്ട്. അവർ കാണാതെ പോയ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചൊരു കാര്യം, 3 സംസ്ഥാനങ്ങളിലെ ക്ഷേത്ര സ്വത്തുക്കൾ മാത്രം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാടു, ആ സ്വത്തുക്കൾ മാത്രം 11 ലക്ഷം ഏക്കറുണ്ട്. ഇന്ത്യയിൽ മൊത്തം 9.4 ലക്ഷം ഏക്കറാണ് വഖഫ് ഭൂമിയുള്ളത്. അപ്പോൾ ഈ വഖഫ് ബോർഡുകളുടെ ദുർഭരണം, അതിലെ കറപ്ഷൻ, വഖഫ് ഭൂമി എൻക്രോച്ച് ചെയ്യാൻ വഖഫ് ബോർഡിലെ അംഗങ്ങൾ തന്നെ ഒത്താശ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രത്യക്ഷമായും പരോക്ഷമായും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ വഖഫ് സംവിധാനത്തിന് റിഫോം അനിവാര്യമായിരുന്നു. അപ്പോൾ രോഗനിർണയം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി നടത്തി. പക്ഷെ ചികിത്സാ വിധി അവിടെയാണ് പാളിയത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, ഈ മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കാം കേന്ദ്ര വഖഫ് ബോർഡിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും. അപ്പോൾ സ്വാഭാവികമായും അക്കാലത്ത് ഉയർന്നു വന്ന ചോദ്യം, ഇതര മതസ്ഥരുടെ റിലീജിയസ് എൻഡോമെൻറ്റ്സ്, അതുപോലെ ടെമ്പിൾ ട്രസ്റ്റ് ഒരുപാടുണ്ട്. അവിടെയൊന്നും ആ മതസ്ഥരല്ലാത്ത മറ്റ് മതസ്ഥർക്ക് പ്രവേശനമില്ല, അംഗത്വമില്ല, അവിടെ അവർ ഭാഗഭാക്കല്ല. എന്തുകൊണ്ട് ഈ മുസ്ലിങ്ങൾ ദൈവപ്രീതിക്കായി മുസ്ലിങ്ങൾ ഈ കൊടുക്കുന്ന വഖഫിൻ്റെ ഭരണത്തിന് നോൺ മുസ്ലിംസിനെ വെക്കണം എന്നുള്ള ഒരു ചോദ്യം അന്നും ഇന്നും പ്രസക്തമാണ്. പക്ഷേ കേന്ദ്ര നിയമം പാർലമെൻറ്റിൽ ലോകസഭയും രാജ്യസഭയും 2025 ഏപ്രിൽ ആദ്യവാരത്തിൽ അത് പാസ്സാക്കി. അത് നിയമമായി. വഖഫ് ബൈ യൂസറിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. പക്ഷേ സുപ്രീം കോടതി വഖഫ് ബൈ യൂസറിന് ആ നിയമം വഖഫ് ബൈ യൂസർ അബോളിഷ് ചെയ്തിരുന്നു. ആ സുപ്രീം കോടതിയിൽ ആ വഖഫ് ബൈ യൂസർ നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ട് പോയിട്ട് പോലും സുപ്രീം കോടതി കേന്ദ്രം പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തോടൊപ്പമാണ് നിന്നത്. ഇപ്പോൾ സംസ്ഥാനം കഴിഞ്ഞ സർക്കാർ 11 അംഗങ്ങളിൽ 9 പേരെ ഉൾപ്പെടുത്തി, 2 പേരെ ഉൾപ്പെടുത്തിയില്ല. നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികമായും നിയമപരമായും ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിധിയോട് യോജിച്ചുകൊണ്ടല്ല പറയുന്നത്. വഖഫ് ബോർഡിൻ്റെ റിഫോംസ് അനിവാര്യമായിരുന്നു, അനുപേക്ഷണീയമായിരുന്നു എന്ന കാര്യം ഊന്നി പറയുമ്പോൾ തന്നെ, ആ രോഗനിർണയം ശരിയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചികിത്സാവിധി തെറ്റായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അതിലൊന്ന് ഒരു ക്ലോസാണ് നോൺ മുസ്ലിംസിൻ്റെ കാര്യം. അപ്പോൾ ഈ നോൺ മുസ്ലിംസ് കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും അതായത് പുതിയ വഖഫ് ബോർഡുകൾ സംസ്ഥാന തലത്തിൽ പുനഃസംഘടിപ്പിക്കുമ്പോൾ കേന്ദ്ര നിയമത്തിനനുസൃതമായി, അത് 2 നോൺ മുസ്ലിംസ് മാത്രമല്ല, ഇസ്ലാമിലെ മറ്റ് സെക്റ്റുകൾ, ഷിയ, അതുപോലെ ബോറ, നേരത്തെ പറഞ്ഞ പസ്മന്ത മുസ്ലിംസ്, ഇവരെ ഉൾപ്പെടുത്തണം, വനിതകളെ ഉൾപ്പെടുത്തണം. അപ്പോൾ നിയമപരമായി ആഗാഖാനി ഉൾപ്പെടുത്തണം. അപ്പോൾ നിയമപരമായും സാങ്കേതികമായും ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ച വഖഫ് ബോർഡ് ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. നിയമത്തിന് മുമ്പിൽ, പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന് മുമ്പിൽ അത് തെറ്റാണ്, കൃത്യമല്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ പോയി നിയമപരമായും സാങ്കേതികമായും പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടാൽ 2025 ഏപ്രിൽ ആദ്യവാരം പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തോട് ഒത്തുപോകുന്നതല്ല
അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് വാദിക്കാം. സുപ്രീം കോടതിക്ക് അത് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. കാരണം വഖഫ് ബൈ യൂസർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അത് അബോളിഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതി അത് അപ്ഹൽഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതിയിൽ പേരിന് പോയി നോക്കാം എന്ന് മാത്രം, അല്ലാതെ സുപ്രീം കോടതി ഈ കാര്യത്തിൽ കേന്ദ്ര നിയമത്തെ അല്ലെങ്കിൽ കേന്ദ്രം മറ്റൊരു നിയമം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ കേന്ദ്ര നിയമത്തിലെ ഈ രാഷ്ട്രീയ അജണ്ടകളെ പ്രതിപക്ഷ കക്ഷികളെല്ലാം കോൺഗ്രസും മുസ്ലിം ലീഗും CPIയും CPMും ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും ശിവസേനയടക്കം പല രീതിയിൽ പല മട്ടിൽ തൃണമൂലടക്കം എതിർത്തിരുന്നു. പക്ഷെ ആ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് 2025 ഏപ്രിൽ ആദ്യവാരം അത് നിയമമായി. ആ നിയമം അനുസരിച്ച് സംസ്ഥാന വഖഫ് ബോർഡുകളിൽ 2 നോൺ മുസ്ലിംസ് വേണം. അത് ഇപ്പം നിയമിച്ചില്ല. അത് 11 പേരിൽ 9 പേരെ നിയമിച്ചു. 2 അംഗങ്ങൾ 2 ഒഴിവുകൾ നികത്താതെ വിട്ടു എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നിലനിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം എത്താം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം, നേരത്തെ ശ്രീ എം ഷിനാസ് പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പോൾ നിയമമായി കഴിഞ്ഞ ഒരു വിഷയമാണ്. അതിൽ ഇനിയിപ്പോൾ വഖഫ് ബോർഡ് ചെയർമാനും ഉമർ ഫൈസി മുക്കവും സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. വലിയ തിരിച്ചടി നേരിടേണ്ടി വരില്ലേ? അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഇതേ അവസ്ഥയുണ്ട്. ഇപ്പോൾ വഖഫ് ബോർഡ് കൊടുത്ത പെറ്റീഷൻ ജസ്റ്റിസ് മുമ്പേ ഹൈക്കോടതി ജഡ്ജായിരുന്ന സീനിയർ അഡ്വക്കേറ്റായ ചിദംബരേഷ് സാറാണ് അതിനുവേണ്ടി ഹാജരാകുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് ആ പെറ്റീഷനിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ജുഡീഷ്യൽ കൺസിസ്റ്റൻസി വേണമെന്നാണ്. എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ കൺസിസ്റ്റൻസി വേണമെന്ന് പറയുന്നത്? തമിഴ്നാട് ഹൈക്കോടതി ഇതുപോലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ പാസ്സാക്കി. ആ ഓർഡർ പാസ്സാക്കിയത് ഹൈക്കോടതിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ടാണ്. ഇതേ ഓർഡർ ചലഞ്ച് ചെയ്തിട്ടാണ് തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. അപ്പോൾ സുപ്രീം കോടതിയുടെ സ്റ്റേ ഏതാണ്ട് ഇതേ സമാനമായ വിഷയത്തിൽ നിൽക്കുമ്പോൾ ജുഡീഷ്യൽ കൺസിസ്റ്റൻസി വേണമെന്നാണ് ആ പെറ്റീഷനിലെ ഒരു വാദം. മറ്റൊരു വാദം, വേണ്ട രീതിയിൽ റിപ്ലൈ സമർപ്പിക്കാനോ റെസ്പോണ്ട് ചെയ്യാനോ സർക്കാരിന് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ വഖഫ് ബോർഡിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ 2 വാദവും അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റുന്ന വാദമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, വളരെ എളുപ്പത്തിൽ അങ്ങനെ ഒരു സ്റ്റേ കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ഇവിടെ പലരും പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേന്ദ്ര നിയമം വന്നു. ആ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല, വഖഫ് ബോർഡ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. സ്വാഭാവികമായിട്ട് അതിലൊരു നിയമപ്രശ്നമുണ്ട്. ആ നിയമപ്രശ്നം മുമ്പിൽ വന്നാൽ നിയമം സാങ്കേതികമായി നോക്കുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് അതിൻ്റെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കുറേ നാളായിട്ടുള്ള ഡിബേറ്റ് മുഴുവൻ ശ്രദ്ധിച്ചാൽ നമ്മൾ വളരെ ടെക്നിക്കലായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിങ്ങളുടെ പൊസിഷൻ എന്താണ്, നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമപരമായി നമ്മൾ ഹൈക്കോടതിയിൽ ഒരു ഓർഡർ വന്നാൽ അത് ചലഞ്ച് ചെയ്യാം എന്നൊരു സാധനം പറയാം. ഹൈക്കോടതിയിൽ ഒരു ഓർഡർ വന്നാൽ അത് ചലഞ്ച് ചെയ്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്യാം ഒരു അവസരം ഉണ്ടായിരുന്നു. ആ ചലഞ്ച് ചെയ്യാമെന്നുള്ള വാദം ആരും പറയുന്നതായി ഒന്നാമതായി കേട്ടില്ല. 2, എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിലൊരു ഉത്തരവ് വന്നു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഹൈക്കോടതി നിയമപരമായി ശരിയായി തന്നെ പറഞ്ഞു എന്നുള്ള കാര്യം നിയമപരമാണ് എന്ന തോന്നൽ നമുക്ക് എന്താണ് ഇപ്പോൾ തോന്നി തുടങ്ങി, ഇത്ര വൈകി തോന്നി തുടങ്ങിയൊരു ചോദ്യമുണ്ട്. കാരണം നിയമപരമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിയമപരമല്ലാതെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നുള്ളതാണ് വാദം. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഒരു ലെജിസ്ലേഷൻ ഉണ്ട്. ആ സെൻട്രൽ ഗവൺമെൻറ് ലെജിസ്ലേഷൻ ഒരു കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലെ സെൻട്രൽ ഗവൺമെൻറ് ലെജിസ്ലേഷൻ ആയതുകൊണ്ട് അതിന് കുറേ കൂടി മേൽക്കൈയുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്ന മുഴുവൻ ഡിബേറ്റുകൾ നമുക്ക് അങ്ങനെ ഒരു പൊസിഷൻ എടുത്താൽ മതി. പക്ഷെ നമ്മൾക്ക് ഒരു ധാർമ്മികമായ പൊസിഷൻ ഉണ്ടോ, നമുക്ക് അങ്ങനെ അല്ലാതെ അതിനെ നേരിടാനുള്ളൊരു പൊസിഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ സാങ്കേതികമായി മാത്രം അതിന് മറുപടി പറഞ്ഞാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സാങ്കേതികത ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം സാങ്കേതികമായി എന്താണ് പ്രശ്നം? സെക്ഷൻ 14 അനുസരിച്ചുള്ള കംപ്ലയിൻസ് ഉണ്ടായിട്ടില്ല. സെക്ഷൻ 14 അനുസരിച്ച് 2 നോൺ മുസ്ലിം മെമ്പേഴ്സ് വേണം, അതുപോലെ ഈ പറയുന്ന പോലെ ഷിയ പോലുള്ള കമ്മ്യൂണിറ്റീസുള്ള മെമ്പേഴ്സ് വേണം. ഇതൊരു വസ്തുതയാണ്, ഇത് ശരിയാണ്. പക്ഷേ അത് നീട്ടിക്കൊണ്ടു പോകാൻ ഉള്ള ഓപ്ഷൻ ആണ് കഴിഞ്ഞ സർക്കാർ ശ്രമിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ള സാങ്കേതികതയോടൊപ്പം നീട്ടിക്കൊണ്ടുപോകുന്ന സാങ്കേതിക തുടരാൻ പറ്റുമോ? കാരണം സർക്കാരിനോട് കോടതി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് സർക്കാർ സത്യവാങ്മൂലം നൽകുന്നത്, മറുപടി പറയുന്നത്. അപ്പോൾ പറയേണ്ടി വരുമല്ലോ. പറയേണ്ടി വരും. പക്ഷേ ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാവുക. നോക്കൂ ഇതേ വിഷയം, സമാനമായ വിഷയം, നമ്മളൊരു വിഷയം കോടതിയിൽ വരുമ്പോഴേക്കും കോടതിക്ക് എങ്ങനെയാണ് കാണുക, ഇതിന് സമാനമായ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചലഞ്ച് ചെയ്ത കേസ് അവിടെ നിൽക്കട്ടെ. തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് തമിഴ്നാട് ഹൈക്കോടതി റദ്ദാക്കിയത്? തമിഴ്നാട് ഹൈക്കോടതി അതിൻ്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചത് ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ്, നിയമപരമായി അത് നിലനിൽക്കുന്നല്ല. പിന്നെ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി സ്റ്റേ കൊടുത്തത്? അത് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ, മറുപടി കൊടുക്കാൻ വേണ്ട രീതിയിൽ സംസ്ഥാന സർക്കാരിനെ കേട്ടില്ല, വഖഫ് ബോർഡിനെ കേട്ടില്ല. ഈ വാദം വാലിഡ് അല്ലേ? ഇതേ വാദം എന്തുകൊണ്ട് ഇവിടെ വാലിഡ് ആവുന്നില്ല? തമിഴ്നാട്ടിൽ ബോർഡ് ഫ്രീസ് ചെയ്തില്ലേ?
ചെയ്തു. അതെന്തുകൊണ്ടാണ് ഇപ്പം നിലനിൽക്കുന്നത്? ആ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം നടക്കുന്നത് സുപ്രീം കോടതിയുടെ സ്റ്റേയിൽ. ഈ സ്റ്റേ എന്തുകൊണ്ട് നമുക്ക് കിട്ടിക്കൂടാ? ഇത് വളരെ ലളിതമായ കാര്യം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ലോങ്ങർ ഡിബേറ്റിൽ നമ്മൾ കുറെ കൂടി ലാർജർ ഡിബേറ്റ് എടുത്താൽ ഇതിൽ ഫെഡറലിസം ഇൻവോൾവ് ആണ്, ഇതിൽ മറ്റു പല കാര്യങ്ങളും ഇൻവോൾവ് ആയിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകും. പക്ഷേ നിലനിൽക്കുന്ന ഒരു ഉത്തരവ് സുപ്രീം കോടതിയിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചില്ല എന്നതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരി, അതാണ് ശ്രീ ഞാൻ ലീഗ് പ്രതിനിധിക്ക് പറയാം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇതാണ് അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കോടതിയിലേക്ക് പോകാൻ സാധിക്കണം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് തമിഴ്നാട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങേക്ക് അതിനെ എങ്ങനെയാണ് ഖണ്ഡിക്കാനാവുക? ഇത് നീട്ടിക്കൊണ്ടുപോവുക, അതായത് ഇന്നിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതും അതാണല്ലോ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴിച്ച് എവിടെയും നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമോ? ആദ്യം തന്നെ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണോ ഈ സംസ്ഥാന സർക്കാർ എന്നുള്ള ചോദ്യമാണ്. സ്മൃതി, ഇതിനകത്ത് ഇവരെടുക്കുന്ന നിലപാടിലെ ചില ചതികളുണ്ട്. ഇപ്പൊ BJP പാസാക്കിയ പുതുക്കിയ അമെൻമെന്റ് പ്രകാരമുള്ള വഖഫ് നിയമം അനുസരിച്ച് ആ വഖഫ് നിയമം ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്ന് പിണറായി വിജയൻ ചുമ്മാ പറഞ്ഞാൽ മതിയോ? അത് പ്രകാരം ലഭിച്ച അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിയല്ലേ ഇപ്പോ നിലവിൽ വഖഫ് ചെയർമാനായി, നേരത്തെ പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ആള് ചെയർമാനായിട്ടുള്ള ബോർഡ് നിലവിൽ വന്നത്. പിന്നെ അത് നടപ്പാക്കിയില്ല എന്നിവർ പറഞ്ഞ എങ്ങനെ പറയാം? ഇനി BJPയെ സഹായിക്കാൻ എന്നാണ്. ഇപ്പോ ഇന്നത്തെ ദിവസം നമുക്കറിയാം സുപ്രീം കോടതിയിൽ ഇവർ പോയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഈ വഖഫ് ബോർഡിനെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇന്ന് സുപ്രീം കോടതിയിൽ നേരത്തെ ആ കേസ് മെൻഷൻ ചെയ്ത അഡ്വക്കേറ്റിന്റെ പേര് V. ചിദംബരേഷ് എന്നാണ്. അദ്ദേഹം നേരത്തെ കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിരുന്നു. ഞാൻ ആ വാർത്തയുടെ സ്ക്രീൻഷോട്ടും പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ റിട്ടയർ ചെയ്തതിനു ശേഷം K. സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ നിർമ്മല സീതാരാമനിൽ നിന്ന് BJP മെമ്പർഷിപ്പ് വാങ്ങിയ ഒരു അഭിഭാഷകൻ, നേരത്തെ അദ്ദേഹം ജഡ്ജിയായിരുന്നു, ഞാനിപ്പോൾ ആ സമയത്തെ കുറിച്ചൊന്നും പറയുന്നില്ല, അങ്ങനെ ഒരു അഭിഭാഷകനാണ് ഇപ്പോ വഖഫ് ബോർഡിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകാൻ പോകുന്നത്, ഒരു BJP-കാരൻ. ഇനി ഇതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിന്റെ കുഴപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു പ്ലീഡർ വെച്ചാൽ അയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് തള്ളി പോവുക, ദേവസ്വം ബോർഡിന്റെ ഒരു വക്കീൽ വന്നാൽ അയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് തപ്പിപ്പോകുന്ന ആളുകൾ, ഇതെങ്ങനെ വരുന്നു എന്ന് പരിശോധിക്കണം. ഇവിടെയൊക്കെ കൃത്യമായി ഗൂഢാലോചന. പുതിയ വഖഫ് നിയമം ഇവർ നടപ്പാക്കി. ആ വഖഫ് നിയമം അനുസരിച്ചാണ് ഈ വഖഫ് ബോർഡിനെ ഇവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പക്ഷെ ഇവർക്ക് അസൗകര്യമുള്ള ചില കാര്യങ്ങൾ വരാനിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ തലയിൽ തേട്ടി വെച്ചിട്ട് ഇവർ തടിതപ്പി എന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ നടപ്പാക്കിയ വഖഫ് നിയമത്തിൽ ഈ ഒരു മാനദണ്ഡമല്ലാത്ത ഷിയ പിന്നെ പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന 1-2 മാനദണ്ഡങ്ങളല്ലാത്ത ബാക്കിയെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഈ വഖഫ് ബോർഡിൽ അംഗമായ ഒരാളിന്റെ വീഡിയോ ആണല്ലോ, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഫുട്ടേജ്, അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ആണല്ലോ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ സ്മൃതി പിന്നെ കാണിച്ച ഉമർ ഫൈസി മുക്കം. അദ്ദേഹം എന്താ പറയുന്നത്? ഒരു കേന്ദ്ര നിയമമല്ലേ, അത് നടപ്പാക്കാണ്ട് പറ്റുമോ? അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ? ചെയർമാൻ ഇതിനെ തള്ളിപ്പറയുക, ബോർഡിലെ ഒരു അംഗം ഇതിനെ അംഗീകരിച്ചു പോവുക. ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് ഇവരൊരു സമീപനം. ഞാൻ ഇപ്പൊ ഇവിടെ CPM പ്രതി പറഞ്ഞൊരു കാര്യമുണ്ട്, സബ്ജക്ട് ടു ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ എന്തുകൊണ്ട് കാത്തിരുന്നില്ല? ഈ പറയുന്ന ആളുകളെ, നിങ്ങളുടെ ഇഷ്ടക്കാരെ കുത്തിത്തിരുകി ഈ കേരളത്തിലെ വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തേ കാത്തിരുന്നില്ല? നിങ്ങൾക്ക് സൗകര്യമുള്ള കുറെ വകുപ്പുകൾ നിങ്ങൾ അങ്ങോട്ട് എടുത്ത് നടപ്പാക്കി, നിങ്ങളുടെ ഇഷ്ടക്കാരെ വെച്ചൊരു ബോർഡ് ഉണ്ടാക്കി. ഈ ഒരു പ്രശ്നം മാത്രം അവശേഷിപ്പിച്ചിട്ട് ഞങ്ങളിത് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ചോറിൽ ഉപ്പൊഴിച്ച് പിന്നെ കഴിക്കുന്ന ശീലം മലയാളിക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇങ്ങനെയൊരു നിലപാട് നിങ്ങൾ അന്നായിരുന്നു സ്വീകരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഈ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളൊരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്നെ ആ ബോർഡിനെ ചലഞ്ച് ചെയ്ത് ഒരു പെറ്റീഷൻ വന്ന് നിൽക്കുമ്പോൾ, നേരത്തെ LDF ആയിരുന്നു UDF ആണെങ്കിലും ഹൈക്കോടതിക്ക് പ്രശ്നമല്ല, ഭാഗികമായി നിങ്ങൾ അത് നടപ്പാക്കുന്നു, 1-2 വകുപ്പുകൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നൊരു നിലപാട് സ്വീകരിക്കുക അസാധ്യമാണ്. എന്നിട്ടും ഞങ്ങൾ നിലപാടെടുത്തത് ഈ ഹർജികളൊക്കെ ഡിസ്മിസ് ചെയ്യണമെന്ന് തന്നെയാണ്. അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇതിനകത്ത് ഇത് പരിശോധിച്ച് ശരിയാമണം നടപ്പാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ ഈ അപകടത്തിലേക്ക് PM ശ്രീയിലായിക്കോട്ടെ എല്ലാത്തിലും ഈ കടുവയുടെ വായിൽ കൊണ്ടുപോയി ഇര ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് മാറി നിന്ന് കാവൽക്കാരാവുന്ന പണി CPM അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സബ്ജക്ട് ടു ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് എന്ന നിലപാട് അന്നെടുക്കാതെ ഈ പാതി വഴിയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എവിടുന്ന ഈ നിലപാട് കിട്ടിയത് എന്ന് നിങ്ങൾ അന്ന് ആ നിലപാട് സ്വീകരിച്ചില്ല. ശരി, അരുൺകുമാർ അതിന് മറുപടി പറയണം. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ ഈ വഖഫ് ചെയർമാൻ BJP-യിൽ ചേർന്ന ഒരു ജഡ്ജി നിങ്ങളുടെ വഖഫ് ബോർഡിന്റെ വക്കീലായത് എങ്ങനെ സുപ്രീം കോടതിയിൽ? ശരി, അതിനും മറുപടി പറയണം. വഖഫ് ചെയർമാനും ഈ പറയുന്ന ഈ ബോർഡ് അംഗവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഉമർ ഫൈസി ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾ, ഹംസയുടെ നിലപാട്, ഇപ്പോൾ പറഞ്ഞ BJP അംഗത്വമുള്ള അഡ്വക്കേറ്റ് എങ്ങനെയാണ് കേസ് വാദിക്കാൻ വന്നത്, 3 കാര്യങ്ങൾക്കും അങ്ങേക്ക് മറുപടി നൽകാം. ഞാൻ പറയാം കൃത്യമായിട്ട്, ഈ ലീഗ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം U-ടേൺ തിരിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ഇത്രയധികം U-ടേൺ തിരിഞ്ഞ്
നിലപാടില്ലായ്മയുടെ ഒരു പാർട്ടിയായിട്ട് മാറിയത് നമ്മൾ കണ്ടു. ഒന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അറബിക്കടലിലാണല്ലോ PM ശ്രീ, ചവുറ്റുകൊട്ടയിലാണല്ലോ PM ശ്രീ. ലൈഫ് മിഷന്റെ ലോഗോ നമ്മൾ കണ്ടു. ലോഗോ വച്ചാൽ എന്താ കുഴപ്പമെന്ന് മന്ത്രി തന്നെ ചോദിച്ച് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഉമൈദ് പോർട്ടൽ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ കേന്ദ്രം ഒരു നിയമം വന്ന ആ നിയമം അങ്ങനെ അങ്ങ് അംഗീകരിക്കണമല്ലോ, പിന്നെ എന്താ മാർഗം? ആ നിയമത്തിന്റെ ഭാഗമായിട്ടല്ലേ ഈ രാജ്യത്തുള്ള മുഴുവൻ വഖഫ് പ്രോപ്പർട്ടിയും ഉമൈദ് പോർട്ടലിൽ ആഡ് ചെയ്യണം. കേസ് ഉണ്ടെങ്കിൽ കേസ് ഉണ്ട് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യണം. ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തപ്പോ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ ലീഗിന്റെ നേതാക്കന്മാർ എന്താ വന്ന് പറഞ്ഞ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്താ പറഞ്ഞ്, 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നു പറഞ്ഞൊരു നേതാവുണ്ടല്ലോ. ഞാൻ മുഖ്യമന്ത്രി ആയാൽ എന്റെ മന്ത്രിസഭ വന്ന 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുന്നു പറഞ്ഞു. ആ 10 മിനിറ്റ് കഴിഞ്ഞിപ്പോ 2 മാസം കഴിയുമ്പോഴും പരിഹരിക്കാത്തതിന്റെ കാരണം പറഞ്ഞത് എന്താ? ആ ഉമൈദ് പോർട്ടലിൽ ഇതൊക്കെ അങ്ങ് ആഡ് ചെയ്തോടുകൂടി എല്ലാ പ്രശ്നവും തീർന്നു. അപ്പൊ എന്താ കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്തപ്പോ അത് വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റായിരുന്നു. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇനി സുപ്രീം കോടതിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ലീഗോ സംസ്ഥാന ഗവൺമെന്റിന്റെ വക്കീൽ എഴുന്നേറ്റ് നിന്നാൽ അപ്പൊ തന്നെ ചോദിക്കില്ലേ, ഈ നിങ്ങൾ എന്താണോ ഇതിൽ ചലഞ്ച് ചെയ്തിരിക്കുന്നത് ആ കാര്യം കേരളത്തിൽ നടപ്പാക്കിയിട്ടല്ലേ നിങ്ങൾ വന്നത്? വ്യത്യസ്തമായിട്ടുള്ള നിലപാടല്ലേ നിങ്ങൾ എടുത്തത്? എന്നാൽ ഒരു വരി സുപ്രീം കോടതിയുടെ വിധിക്ക് വിധേയമായിട്ട് നടപ്പാക്കാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഈ വാദങ്ങൾ ഞങ്ങൾക്ക് എടുക്കാനുള്ള അവസരം ഞങ്ങൾക്ക് കൃത്യമായി റിസർവ് ചെയ്തുകൊണ്ട് ഇവിടെ എന്നെ വാദം പറയാൻ അനുവദിക്കണം പറഞ്ഞു അഡ്വക്കേറ്റ് ജനറൽ. നിങ്ങൾ എന്താ പറഞ്ഞു? തള്ളിക്കളയാൻ പറഞ്ഞു. തള്ളിക്കളയാൻ പേപ്പറിൽ എഴുതി വെച്ചു. എന്നിട്ട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചല്ലോ, നിങ്ങൾ ഈ റിട്ട് പെറ്റീഷനുമായിട്ട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എങ്ങനെയായിരുന്നു? മുനമ്പം വഖഫ് ഭൂമിയാണ്, മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന നിലപാട് ഈ വഖഫ് ചെയർമാൻ എടുത്തത് ഏത് ഘട്ടത്തിലാണ്? ഒറ്റ കാര്യം, വഖഫ് ബോർഡ് എടുക്കുന്ന തീരുമാനത്തെ ന്യായീകരിക്കാനോ അതിന്റെ ഉള്ളടക്കം ചർച്ച ചെയ്യാനല്ല ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ നിയമനമാണല്ലോ ശ്രീ അരുൺകുമാർ, അതങ്ങനെ ഒഴിയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. വഖഫ് ബോർഡ് ചെയർമാൻ എടുക്കുന്ന നിലപാടും വഖഫ് ബോർഡിലെ മറ്റൊരു അംഗം എടുക്കുന്ന നിലപാടും രണ്ട് വ്യത്യസ്തമാകുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഷിബു ചൂണ്ടിക്കാണിച്ചത്. ഞാൻ അതല്ല ചോദിച്ചത്. ഈ മുനമ്പത്തിന്റെ കാര്യത്തിൽ മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന നിലപാട് ഇവിടെ വഖഫ് ബോർഡ് ചെയർമാൻ എടുത്തല്ലോ, അത് ഏത് ഘട്ടത്തിലാണ് എടുത്തത്? അത് 2019 മുസ്ലിം ലീഗിന്റെ നേതാവ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ എടുത്ത ഒരു തീരുമാനം ഉണ്ടല്ലോ, ഇത് മുഴുവൻ ഏറ്റെടുക്കാൻ. 50 കൊല്ലമായിട്ടുണ്ടായിരുന്ന ഡിസ്പ്യൂട്ട്, ആ ഡിസ്പ്യൂട്ടിൽ ഒരു തീരുമാനം എടുത്ത് ഇതേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവായിരുന്ന വ്യക്തി, ആ വ്യക്തി എടുത്ത തീരുമാനം അതേ ബോർഡ് തുടർന്നു, അത്രേ ഉള്ളൂ. ഞാൻ അതിലേക്ക് അല്ല, ഒരു സംശയമാണ്. ഇടത് സർക്കാരിന്റെ നിലപാടുകൾ തുടരാമല്ലോ. അങ്ങനെ ഒരു സർക്കാരിന്റെ നിലപാടാണല്ലോ അങ്ങ് ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ UDF സർക്കാരിന്റെ നിലപാടിനല്ലേ ചോദ്യം ചെയ്യുന്നത്? അല്ല, മുനമ്പത്തെ ജനങ്ങളോട് കൂടിയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? താങ്കളുടെ വാദം തെറ്റാണ്. അതായത് ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തുടർച്ചയാണ്. ഒറ്റ മിനിറ്റ്, ഗവൺമെന്റ് തുടർച്ചയാണ് പോലെ തന്നെ ബോർഡും തുടർച്ചയാണ്. ഒരു ബോർഡിന്റെ ചർച്ച വേണ്ടെങ്കിൽ താങ്കൾ നിർത്തിക്കോ. അല്ല, ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്താണ് പ്രസക്തി? വരുമ്പോഴാണ് താങ്കൾ പഴയതിലേക്ക് തിരിച്ചു പോണേ. അല്ല, പഴയതിലല്ല ഞാൻ അങ്ങ് പറയുന്നത്. ഞാൻ ഒറ്റ കാര്യമുള്ളൂ, എന്റെ പോയിന്റ് ഇതാണ് അരുൺകുമാർ, എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു, ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഇവിടെയുണ്ട്. ശ്രീ ഷിനാസ് അതാണ് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നമ്മൾ യോജിച്ചാലും യോജിച്ചില്ല എങ്കിലും അതിനനുസൃതമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിലെ ലൂപ്പ് ഹോൾസ് എങ്ങനെ ഉപയോഗിക്കാം എന്ന ബുദ്ധി പ്രയോഗിക്കാം. ഇപ്പോൾ ഇടത് സർക്കാരിനായാലും UDF സർക്കാരിനായാലും. ഇപ്പോൾ നോൺ മുസ്ലിം അംഗങ്ങൾ എന്ന് പറയുന്ന ലീഗ് പ്രതിനിധികളായി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മറ്റു താല്പര്യങ്ങൾ അവിടെ BJP കൊണ്ടുവരുന്ന മറ്റു താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടില്ല. അങ്ങനെ കൊണ്ടുവരാമല്ലോ, നിങ്ങൾക്കും അത് സാധ്യമാകുന്ന കാര്യമാണ്. അത് അങ്ങനെയല്ലേ ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ തൽക്കാലം? കാരണം ഇപ്പോൾ ആ കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തെ അപ്പീൽ ചെയ്തിരിക്കുകയാണ് കോടതി, അല്ലേ? അങ്ങ് പറഞ്ഞോളൂ. ഒറ്റ കാര്യം, തർക്കം ഉന്നയിക്കാൻ പറ്റിയ ഒരു ശാരീരിക അവസ്ഥയിലല്ല ഞാൻ. അങ്ങ് സമയം തരുമെങ്കിൽ ഞാൻ ചർച്ചയെ തുടരാം. ഇവിടെ വലിയൊരു ആരോപണം LDFനെതിരെ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞതെന്താ? ആ നിയമം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നടപ്പാക്കി, മറ്റു കാര്യങ്ങൾ അവർക്ക് സൗകര്യമുള്ളത് നടപ്പാക്കി. ഇവിടെ ഒരു മതത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാൻ, കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ളാഹ് കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25-26 പ്രകാരം എല്ലാ തരത്തിലുള്ള മതസ്വാതന്ത്ര്യം ഉൾപ്പെടെ ഉള്ള മൗലിക അവകാശമുള്ള നാട്ടിൽ ഒരു നോൺ മുസ്ലിംസിനെ ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നത് നടപ്പാക്കാൻ കഴിയില്ല. അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിരിക്കുന്നു.
പക്ഷേ ഏതെങ്കിലും പഞ്ചായത്തിന്റെ പ്രതിനിധി, ജില്ലാ പഞ്ചായത്തിന്റെ, മുനിസിപ്പാലിറ്റിയുടെ, മുത്തവല്ലിയുടെ പ്രതിനിധി, MLA പ്രതിനിധി, MP പ്രതിനിധി അത്തരത്തിൽ ആ നിയമം അനുശാസിക്കുന്ന നിയമപരമായി മതനിരപേക്ഷ കാഴ്ചപ്പാടോടെയുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ ഒരു മടിയില്ല. സൗകര്യമുള്ള, അതായത് ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഒരു വിഭാഗത്തിനും പൊള്ളലേൽക്കാത്ത കാര്യത്തിലുള്ള കാര്യം നടപ്പാക്കാൻ തയ്യാറാണ്. അത് നടപ്പാക്കി. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു മിസ്റ്റർ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ലെങ്കിൽ എനിക്ക് സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, മര്യാദകൾ കാണിക്കില്ല. തെറ്റുണ്ട്. എന്താ ഷോൺ പറഞ്ഞ തെറ്റ്? ഇവിടെ മുനമ്പമടക്കം ഉള്ള വിഷയങ്ങളിൽ എടുത്ത പല നിലപാടുകളും തെറ്റാണ്. അതുകൊണ്ട് ഏത് ഈ അൺകംപ്ലീറ്റഡ് ആയ, അതായത് നോൺ മുസ്ലിം ഇല്ലാത്ത ബോർഡ്, 11 അംഗ ബോർഡിൽ 9 പേരേ ഉള്ളൂ. അതുകൊണ്ട് മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ എടുത്ത നിലപാട് തെറ്റാണ്. അത് ഞാൻ ചലഞ്ച് ചെയ്തു എന്ന് ഈ ഷോൺ ചോദിച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട ഷോണെ, താങ്കൾ ഈ നിയമപ്രകാരമല്ലേ ചോദ്യം ചെയ്തേ? ആ നിയമം സെക്ഷൻ 22 ഉണ്ട്. വേക്കൻസീസ് എക്സെട്ര നോട്ട് ടു ഇൻവാലിഡേറ്റ് പ്രൊസീഡിംഗ്സ് ഓഫ് ദി ബോർഡ്. No act or proceedings of the board shall be invalidated by reason only for the existence of any vacancy amongst its members or any defect of the constitution thereof. തെരഞ്ഞെടുത്തതിലെ തെറ്റുകൊണ്ടോ ഏതെങ്കിലും അംഗങ്ങളുടെ കുറവ് കൊണ്ടോ എടുത്ത തീരുമാനങ്ങളിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. അതിൽ ഇടപെടാനേ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതിക്ക് ഇത്തരത്തിലൊരു ബോർഡിനെ ഇത്തരത്തിൽ സൂപ്പർസൈഡ് ചെയ്യാൻ അധികാരമുണ്ടോ ഈ നിയമപ്രകാരം? ഇല്ല. സെക്ഷൻ 99 പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് മാത്രമേ പറ്റൂ. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യണമെങ്കിൽ വാർത്തയിലേക്കൊന്ന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.